നിങ്ങളുടെ ഇയർലി സാലറിയുടെ ഒരു 10 തൊട്ട് 25% അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബിറ്റ്കോയിൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ എ ക്വയറ്റ് ഫാസിനേറ്റിംഗ് തിങ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ നെവർ ഗോ ഫോർ എനി വർക്ക്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വേറൊരാൾക്ക് വേണ്ടി പണിയെടുക്കേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ല. രണ്ട്, നിങ്ങളുടെ മക്കളും ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു ജോലിക്കും പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. അപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? ദേ വിൽ ബി ദ വൺ ഓഫ് ദ റിച്ചസ്റ്റ് അല്ലെങ്കിൽ വെൽത്തിയസ്റ്റ് പീപ്പിൾ ഓൺ ദിസ് പ്ലാനറ്റ്. ഓക്കെ, യു ക്യാൻ അഫോർഡ് എനി പ്രീമിയം വെക്കേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രീമിയം കാറുകൾ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വീട്, വാട്ട് എവർ യു നീഡ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. അതിന് ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ അതിന് സിമ്പിളായിട്ടൊരു നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇയർലി സാലറി വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെ സാലറി എത്രയാണോ അതിൻ്റെ 10 തൊട്ട് 25% വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാ മാസവും റെക്കറിങ്ങോ അങ്ങനെയുള്ള SIP ആ മോഡലിംഗ് ഒന്നുമല്ല. ഒരു വർഷം നിങ്ങളിപ്പോൾ എത്രയാണോ സമ്പാദിക്കുന്നത് അതിൻ്റെ 10 തൊട്ട് 25% നേരെ ബിറ്റ്കോയിനിലേക്ക് ഡംപ് ചെയ്യുക. ആൻഡ് ഫോർഗെറ്റ് ഇറ്റ്. ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ് ഡ്രമാറ്റിക്കലി. ഇറ്റ് വിൽ ചേഞ്ച്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കുറേ എക്സൽ ഫയലിനകത്തൂടെ പോകും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, ഓക്കെ, ദാറ്റ് ഈസ് ട്രൂ, ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, അതിനു മുന്നേ നമുക്കൊരു ചെറിയൊരു ഡേറ്റയിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വളരെ വേഗത്തിൽ വ്യക്തമായിട്ട് അത് മനസ്സിലാവും. ഇത് നിങ്ങൾ ഈ കാണുന്നത് ബിറ്റ്കോയിൻ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ടോപ്പായിട്ടുള്ള അസറ്റ്സിൻ്റെയും ഇയർലി റിട്ടേൺസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആദ്യത്തേത് ബിറ്റ്കോയിൻ തന്നെയാണ്. നമുക്ക് ബിറ്റ്കോയിൻ മാത്രമേ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബിറ്റ്കോയിൻ 2011 ഏകദേശം 14 ഇരട്ടിയാണ് പ്രോഫിറ്റ് വരുന്നത്. അതായത് നിങ്ങൾ 1 ലക്ഷം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കൊല്ലം കൊണ്ട് ഏകദേശം 14 ലക്ഷം രൂപ. 1 കോടി രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ 12 മാസത്തിനുള്ളിൽ അത് 14 കോടിയായിട്ട് മാറും. ഓക്കെ, 2012 186%, 2013 55 ഇരട്ടി. അതായത് 1 കോടി രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് 55 കോടിയായിട്ട് ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാവും. 2014 ബിയർ മാർക്കറ്റിലേക്ക് പോകുന്നു. 2015 35%, 2016 125, 2017 13 ഇരട്ടി, 2018 ബിയർ മാർക്കറ്റിലേക്ക് പോകുന്നു. അഗെയിൻ വീണ്ടും അടുത്ത 3 കൊല്ലം ബുൾ മാർക്കറ്റ് 95%, 301 66%, 22 ബിയർ മാർക്കറ്റ്, വീണ്ടും 2023 156%, കഴിഞ്ഞ കൊല്ലം 2024 121% ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആനുവൽ ആവറേജ് എടുക്കുമ്പോൾ ഏകദേശം ബിറ്റ്കോയിൻ ഒരു കൊല്ലം ഏകദേശം 147%. അത് ഇവിടെ കാണാം, ആനുവലൈസ്ഡ് 2011 മുതൽ 24 വരെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 147% വാർഷികം അല്ലെങ്കിൽ വർഷം ഒരു ആവറേജ് റിട്ടേൺ ബിറ്റ്കോയിൻ തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2009 2010 ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2009 2010 ബിറ്റ്കോയിൻ്റെ വാല്യൂക്ക് 0 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 0 തുടങ്ങിയത്. അങ്ങനെ ആർക്കും ഇത് ബിറ്റ്കോയിനെ കുറിച്ചുള്ള വലിയ അറിവില്ലായിരുന്നു. ഈ 2009 10 ഈ പ്രൈസ് ഡിസ്കവറി ടൈമാണ്. അതുകൊണ്ടാണ് 2009 10 ഇവിടെ കൊടുക്കാത്തതിൻ്റെ കാര്യം. ഇവിടെ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, 3 വർഷം ബുൾ മാർക്കറ്റും ഒരു ബിയർ മാർക്കറ്റ്, അത് കഴിഞ്ഞ് വീണ്ടും 3 വർഷം ബുൾ മാർക്കറ്റ്, വീണ്ടും ഒരു ബിയർ മാർക്കറ്റ്, അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ബുൾ മാർക്കറ്റ്, അതായത് ബിയർ മാർക്കറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ ബുൾ മാർക്കറ്റ്, അതായത് ഒരു ബുൾ മാർക്കറ്റ് തീരാൻ പോകുന്നതിൻ്റെ അവസാനത്തെ വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നത് ആ ഒരു വർഷമാണ്. എക്സെപ്ഷൻ സംഭവിച്ചേക്കുന്നത് 2021 നമ്മുടെ ചൈന ബാനിങ്ങിനെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം താഴോട്ടുമുള്ള ചാൻസസ് ഉണ്ടായത്. കാരണം 66% മാത്രമേ 2021 തരുന്നുള്ളൂ. ഇപ്പം 2022 വീണ്ടും ബിയർ മാർക്കറ്റ് വരുന്നു. 2023 ബുൾ മാർക്കറ്റായിരുന്നു, 2024 ബുൾ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ 2025 ബുൾ മാർക്കറ്റാണ് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2023 24 കൂടുതൽ റിട്ടേൺസ് ബിറ്റ്കോയിൻ 2025 തരണം. അത് കഴിഞ്ഞ് 2026 ബിറ്റ്കോയിൻ ബിയർ മാർക്കറ്റിലേക്ക് പോകാം. അതായത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ ഒരു ഡേറ്റിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാം, ലെഫ്റ്റ് സൈഡിൽ കാണാം US ഗ്രോത്ത് മാർക്കറ്റ് ഉണ്ട്, ഓക്കെ, ഗോൾഡ് ഉണ്ട്, നാസ്ഡാക്ക് ഉണ്ട്, S&P 500 ഉണ്ട്. ഇതിനെ എല്ലാം അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് ബിറ്റ്കോയിനാണ്. നിങ്ങൾ താഴോട്ട് നോക്കിയാൽ അറിയാം. നിങ്ങളിത് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ എടുക്കേണ്ട ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ തരുന്നത് 147% ആവറേജ് ഗ്രോത്താണ് ഒരു കൊല്ലം തരുന്നത്. 147%. ഓക്കെ, ഇത്രയും നാളായിട്ട്. ഓക്കെ, ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു, അതായത് ഇത്രയും നാളത്തെ ഒരു അനാലിസിസ് പ്രകാരം ഞാൻ പറയുന്നത്
അടുത്ത 10 കൊല്ലം ബിറ്റ് കോയിൻ അറ്റ്ലീസ്റ്റ് 80% റിട്ടേൺ തരും. അറ്റ്ലീസ്റ്റ് 80%. ഞാൻ 147 100% ഒന്നും പോകുന്നില്ല, 80% പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ലോകത്ത് 3% മാത്രമേ ആളുകൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ആളുകൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. US അത് ബിറ്റ് കോയിൻ ETF വരുന്നു. ഓക്കെ, US ബാങ്കുകൾക്ക് ബിറ്റ് കോയിൻ കൈവശമാക്കാൻ ഒക്കുന്നു, കമ്പനികൾക്ക് കൈവശമാക്കാൻ ഒക്കുന്നുണ്ട്. ബിറ്റ് കോയിൻ റിസർവ് അസറ്റാക്കി മാറ്റി അമേരിക്ക. ഇതൊക്കെ നിസ്സാര കാര്യമല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ 21 മില്യൺ ബിറ്റ് കോയിൻ ലോകത്തുള്ള 8 ബില്യൺ ജനങ്ങൾക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.0027%, അതായത് ലോകത്തിൽ 0.5% പോലും ആളുകൾക്ക്, 0.5% താഴെ 0.25% പോലും ഉള്ള ആളുകൾക്ക് ഒരു ബിറ്റ് കോയിൻ വീതം കിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇനി ഹ്യൂജായിട്ടുള്ള ഗ്രോത്ത് ഇനി മുന്നോട്ട് കിടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 80% റിട്ടേൺസ് അടുത്ത 10 കൊല്ലം കൊണ്ട് ഞാൻ കാണുന്നുണ്ട്. 80% അറ്റ്ലീസ്റ്റ് ആണ് കേട്ടോ. ഞാൻ വളരെ കൺസർവേറ്റീവാണ് ഇവിടെ. ഇനി നമുക്ക് നേരെ നമ്മുടെ എക്സൽ ചാർട്ടിലേക്ക് പോവാം. ഇവിടെയാണ് നമ്മുടെ വളരെ രസകരമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ലെഫ്റ്റ് സൈഡിൽ കാണാം ഇയർ 2024 മുതൽ 35 വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 10 കൊല്ലം ഇനി അങ്ങോട്ട്. ഇവിടെ ഞാൻ കാണിച്ചേക്കുന്നത് 2024 100,000 ഞാൻ കൊടുത്തേക്കുന്നത്. അതായത് നമ്മളിവിടെ ഒന്ന് അസ്യൂം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 100,000 വരെ ബിറ്റ് കോയിൻ പോയി അല്ലേ. ഇനി ബിറ്റ് കോയിൻ 50% വീതമാണ് ഇനി എല്ലാ കൊല്ലവും വളർന്നു എന്ന് മാത്രം വെക്കും. ഞാൻ നേരത്തെ പറഞ്ഞു 80% വീതം നമുക്ക് ആനുവലൈസ് ഗ്രോത്ത് തരാൻ പോവുകയാണ് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിവിടെ വീണ്ടും കൺസർവേറ്റീവായിട്ട് പോവുകയാണ്. ഞാൻ പറയുന്നു ഓക്കെ, ഇനി 2025 തൊട്ട് 35 വരെ 50% മാത്രമേ ബിറ്റ് കോയിൻ റിട്ടേൺ തരൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2035 8.6 മില്യൺ ആവും ബിറ്റ് കോയിൻ. അതായത് ഫസ്റ്റ് മില്യൺ വരുന്നത് 2030 1 മില്യണിലേക്ക് എത്തും. ഓക്കെ, അത് 50% വീതം. ഞാനിവിടെ വീണ്ടും കൺസർവേറ്റീവായി 35% വീതമേ ബിറ്റ് കോയിൻ അടുത്ത 10 കൊല്ലം വളരുന്നുണ്ടെങ്കിൽ പോലും 2032 ആകുമ്പോൾ 1 മില്യൺ, 2035 2 മില്യൺ. അത് ഓർത്ത് വെക്കണം. ഞാൻ 80% വെച്ച് പറഞ്ഞു, പക്ഷെ ഞാൻ എക്സൽ ഫയലിൽ നിങ്ങളെ കാണിക്കുന്നത് അതിലും കുറച്ചിട്ട് 35% 50%. ഇത് വെച്ചിട്ടാണ് നമ്മുടെ എക്സൽ ഫയൽ കണക്ക് നമ്മളങ്ങോട്ട് പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ 5ാമത്തെ കോളം കണ്ടോ, എന്ന് പറയുന്ന 5ാമത്തെ കോളം. ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് സാലറിയാണ്, ഇയർലി സാലറി. ഞാനൊരു അസ്യൂം ചെയ്തേക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊടുത്തേക്കുന്നത് US ഡോളറിലാണ് കേട്ടോ. ഒരാൾക്ക് US ഒരാൾക്ക് 50,000 രൂപ ഇയർലി സാലറി ഉണ്ടെന്ന് നോക്കുക. അയാളുടെ സാലറി 54,000 ആയി. അതായത് ഓരോ കൊല്ലവും 8% വീതം സാലറി ഹൈക്ക് അയാൾക്ക് ഉണ്ടെന്ന് വെക്കുക. അതാണ് ഞാൻ ഈ കാൽക്കുലേഷൻ ഇവിടെ ചെയ്തേക്കുന്നത്. 2025 ഇപ്പോൾ അയാൾക്ക് 54,000 രൂപ സാലറി ഉണ്ട്. അടുത്ത കൊല്ലം അത് 58,000 ആവും, അത് കഴിഞ്ഞാൽ 62,000 ആവും. അങ്ങനെ 2035 ആകുമ്പോഴത്തേക്ക് ഈ സാലറി ഹൈക്ക് എല്ലാ വർഷവും 8% വെച്ച് കൂടി 1,16,000 രൂപയാകും എന്ന് അസ്യൂം ചെയ്യുക. നിങ്ങളൊരു കാര്യം ഓർക്കണം, ലോകത്തെ ഭൂരിഭാഗം ആളുകൾക്കും ഓരോ കൊല്ലവും 8% വീതം സാലറി ഹൈക്ക് കിട്ടുമോ? 8% വീതം എല്ലാ കൊല്ലവും സാലറി ഹൈക്ക് കിട്ടുമോ? നോ, ക്വൈറ്റ് ഇമ്പോസിബിൾ. പക്ഷെ ഞാനിവിടെ കൊടുത്തേക്കുന്ന 8% സാലറി കിട്ടുമെന്നുള്ള രീതിയിൽ ആണ് ഞാനിവിടെ കാൽക്കുലേഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഈ 10% എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കേഗർ 35%, അതായത് ആവറേജ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 35% വെച്ച് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ 3 കോളം, ഈ 10-ൻ്റെയും 15, 25%. ഇനി ഇവിടുത്തെ കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50,000 രൂപയുള്ള സാലറി, ഈ 50,000 US ഡോളറുള്ള വ്യക്തി ആ ഇയർലി സാലറിയുടെ 10% എടുത്ത് ബിറ്റ് കോയിനിൽ ഇടുവാണ്. അതായത് 5,000 രൂപ ബിറ്റ് കോയിനിൽ 2024 ഇട്ടു എന്ന് വിചാരിക്കുക. 10%, അതായത് 5,000 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2035 ആകുമ്പോൾ ആ 10%, അത് 5,000 രൂപ 1,35,000 രൂപയായിട്ട് മാറും. അതായത് ബിറ്റ് കോയിൻ 35% വീതം വളരുവാണെന്നുണ്ടെങ്കിൽ, എല്ലാ കൊല്ലവും വളരുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ 5,000 രൂപ 1,35,000 രൂപയായിട്ട് മാറും. അതായത് 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇയർലി സാലറിയുടെ 5% എടുത്ത് ഡംപ് ചെയ്യുന്നു 2024. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2035 1,35,000 രൂപയാകും. അതായത് ബിറ്റ് കോയിൻ 2.7 മില്യൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ 5,000 രൂപ 1,35,000 രൂപയായി മാറി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ റൈറ്റ് സൈഡിലോട്ട് നീക്കാം. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന 30% സേവിങ്, അതായത് ഈ 50,000 കിട്ടുന്ന ഈ ഒരു വ്യക്തി എല്ലാ വർഷവും 30% വീതം സേവ് ചെയ്യുന്നുണ്ട്. അതായത് ഈ 50,000-ൽ നിന്നും 30% അദ്ദേഹം സേവ് ചെയ്യുന്നുണ്ട്. ഈ 15% 31,000 ആകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 54,000 രൂപ സാലറി ഇൻക്രിമെൻറ്റ് കൂടിയില്ലേ 2025. അപ്പോൾ 54,000-ൻ്റെ 30% സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 15-ഉം ഈ 2025 സേവ് ചെയ്യുന്ന 30% കൂടെ കൂട്ടിയിട്ട് 31,000 രൂപ ഈ 2025 അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്, സേവിങ്സിലുണ്ട്. അങ്ങനെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 2035 2,84,000 രൂപ അയാളുടെ സേവിങ്സ് കാണണം. അതായത് ഓരോ വർഷവും ഈ സാലറി ഹൈക്കിനകത്തുനിന്ന് 30% അയാൾ സേവ് ചെയ്ത് മാറ്റി വെച്ച് 2035 അയാളുടെ സേവിങ് അക്കൗണ്ടിൽ 2,84,000 രൂപ കാണണം. ഓക്കെ, ഇവിടെ ഈ ഒരു കണക്കും കൂടെ ഏകദേശം നിങ്ങൾ മനസ്സിൽ വെക്കുക. നമുക്ക് നേരെ തിരിച്ച് ആ 10% 5,000 രൂപ ഇട്ട കണക്കിലേക്ക് വരാം. 5,000 രൂപ ഇട്ട ആൾ 1,35,000 രൂപ സേവ് ചെയ്യണം. ജസ്റ്റ് 5 രൂപ ഇടുന്നുള്ളൂ, 1,35,000 രൂപ സേവ് ചെയ്യുന്നു. അതേസമയം സൈഡിൽ കൂടെ അയാൾ 30% സേവ് ചെയ്തപ്പോൾ അയാൾ 2,84,000 രൂപ സേവ് ചെയ്തു അല്ലേ. ഇനി അയാൾ 15% അയാൾ ബിറ്റ്കോയിനിൽ ഇട്ടത്. 50,000-ൻ്റെ 15% ഇട്ട് 7,500 ഇട്ടെങ്കിൽ $200,000 അയാളുടെ റിട്ടേൺ കിട്ടും. 35% നമ്മുടെ ബിറ്റ്കോയിൻ്റെ ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ, 25% അതായത് 12,500 രൂപ ബിറ്റ്കോയിനിൽ നേരെ ഡംപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, രൂപയല്ല ഡോളർ ഡംപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ 12,500 രൂപ $3,39,000 മാറും. ഓർക്കണം, 35% കേക്കറാണെന്ന് ഞാൻ പറഞ്ഞു. 35% വീതമാണ് ബിറ്റ്കോയിൻ വളരുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് $3,39,000 കിട്ടും. അതേസമയം അയാൾ സേവ് ചെയ്ത എത്ര? 30% വീതം 2,84,000 രൂപ സേവ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 25% ഇട്ടപ്പോൾ 35% ഇയർലി ആവറേജ് ഗ്രോത്തുള്ള രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ 3,39,000 രൂപ അയാൾ സേവ് ചെയ്യുന്നു. അയാൾ സേവ് ചെയ്തതിനേക്കാളും കൂടുതൽ വേഗത്തിൽ അയാളുടെ ബിറ്റ്കോയിൻ്റെ റിട്ടേൺസ് വലുതാകുന്നു. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇനി നമുക്ക് കേഗർ 50%-ലേക്ക് പോകാം. ഇപ്പോൾ ബിറ്റ്കോയിൻ 50% വീതമാണ് വളരാൻ വേണ്ടി പോകുന്നത് എന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ കണ്ടത് 35%. 50% വീതം അടുത്ത 10 കൊല്ലത്തേക്ക് വളരാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ 10% ബിറ്റ്കോയിനിലേക്ക് ഇടുന്ന $5,000 ബിറ്റ്കോയിനിലേക്ക് ഇടുന്ന ആ വ്യക്തിക്ക് കിട്ടുന്നത് $4,32,000 അവിടെ പുള്ളി സേവ് ചെയ്യുമ്പോൾ പോയി കഴിഞ്ഞാൽ എത്രയാണ്? 2,84,000 അല്ലേ. 15% ഇടുന്ന വ്യക്തിക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനിലേക്ക്, അതായത് $7,500 ഇടുവാണെന്നുണ്ടെങ്കിൽ 50,000 കേർ വെച്ചിട്ട് $6,48,000 ഈ $7,500 രൂപ വലുതായിട്ട് $6,48,000 വരും. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? 25% ഇടുന്നെങ്കിൽ 1 മില്യൺ. എങ്ങനെ? ബിറ്റ്കോയിൻ 8.6 മില്യണിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 1 മില്യനാണ്. പക്ഷേ അയാൾ സേവ് ചെയ്യുകയാണെന്നെങ്കിൽ എത്ര കിട്ടും? 2,84,000 രൂപ കൊടുത്തുള്ളൂ. അത്ര ഫാസ്റ്റായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് 50% അല്ല ഇനി അടുത്ത 10 കൊല്ലം കൊണ്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്, 80%. അറ്റ്ലീസ്റ്റ് കൺസർവേറ്റീവാണ് ഞാൻ അവിടെയും. ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ 1 ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇയർലി സാലറിയുടെ ഒറ്റവട്ടം ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ഇയർലി സാലറി കിട്ടുന്നത് അതിൻ്റെ ഒരു 25% നേരെ ഡംപ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് നമ്മൾ മറക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇവിടുത്തെ റിസ്ക് എന്താണോ? നിങ്ങൾ ഇനി അടുത്തൊരു 10-20 കൊല്ലം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതായത് നിങ്ങൾ ബിറ്റ്കോയിൻ അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അടുത്ത 10-20 കൊല്ലം നിങ്ങൾ വർക്ക് ചെയ്യുന്നു. ആ 20 കൊല്ലം വർക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു കൊല്ലത്തെ 25% സാലറിയുടെ 25% എടുത്ത് ബിറ്റ്കോയിനിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതുണ്ടോ? അതാണ് നിങ്ങളുടെ റിസ്ക്. അഥവാ ഈ ബിറ്റ്കോയിൻ ഇതൊന്നും നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എന്ത് പോകും? ഒരു ഇയർലി സാലറിയുടെ 25% നിങ്ങളുടെ റിസ്ക്. പക്ഷേ നിങ്ങളുടെ റിവാർഡ് എന്താണ്? ലൈഫ് ചേഞ്ചിങ്, ഫോർ എവർ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മാറി നിൽക്കാനൊക്കത്തില്ല. റിസ്ക് റിവാർഡ് ഇവിടെ വെച്ച് നോക്കുമ്പം ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടത് റിവാർഡിനാണ്. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഗോ അപ്പ്. അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. പോയില്ലെങ്കിലോ? റിസ്ക് ആണെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ജീവിതത്തിൽ വലുതായിട്ടൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം എന്താണ്? നമ്മൾ ഇത്ര ശതമാനം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
മന്ത്ലി ബിറ്റ്കോയിനിലേക്ക് ഇതുപോലെ ആഡപ്പ് ചെയ്ത് ചെയ്യുന്ന പോകുന്ന ആൾക്ക് എന്തുമാത്രം റിട്ടേൺസ് ആയിരിക്കും കിട്ടുന്നത് ബിറ്റ്കോയിൻ? ഓ മൈ ഗോഡ്, ഇത് ജസ്റ്റ് പ്യൂർ എക്സലാണ്. നമ്മൾ ഇതിനകത്തൂടെ വളരെ കൺസർവേറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ലേറ്റ് അല്ല, യു ക്യാൻ ഡു ഇറ്റ് റൈറ്റ് നൗ. 2035 നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനാക്കും. യു ക്യാൻ ചേഞ്ച് ഇറ്റ്. നിങ്ങളുടെ സാലറി എത്ര ആണെന്നോ ഒന്നും നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്. സാലറി എത്ര തന്നെ ആണെന്നെങ്കിലും അതിൻ്റെ ഒരു 25% എടുത്ത് ഡംപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കണ്ടല്ലോ, നിങ്ങൾ അതിൻ്റെ 30%. ഇവിടെ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 50,000 രൂപ സാലറി കിട്ടുന്ന ഒരാൾ ഒരു വർഷം 15,000 രൂപ സേവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി കാനഡ, ഇവിടെ പോലുള്ള കാനഡ, അമേരിക്ക ഉള്ള രാജ്യങ്ങൾ 15,000 രൂപ സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ഞാൻ അവിടെയും കുറച്ച് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. എല്ലാ കൊല്ലവും 30% സേവ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. എന്നിട്ടും 2,84,000 അച്ചീവ് ചെയ്യാൻ പറ്റി. പക്ഷേ ആ 2,84,000 എന്തുമാത്രം വേഗത്തിലാണ് ബിറ്റ്കോയിൻ വളരുന്നത്. 10, 15, 25% ഇടുമ്പോൾ. ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, ഇതേപോലെ മുന്നോട്ട് ചിന്തിക്കണം. നിങ്ങൾ ഇവിടെ കണ്ടോ, ജസ്റ്റ് 35% വർഷം വളർന്നാൽ തന്നെ ബിറ്റ്കോയിൻ 2032 1 മില്യണിലെത്തും. ഓ മൈ ഗാഡ്, നിങ്ങൾ അങ്ങനെയെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നേരത്തെ കണ്ടു 147% ബിറ്റ്കോയിൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു 147 വേണ്ട, വെറും 35% വീതം അടുത്ത കൊല്ലം വളരുവാണെന്നുണ്ടെങ്കിൽ, അടുത്ത 10 കൊല്ലം വളരുവാണെന്നുണ്ടെങ്കിൽ 2032 1 മില്യൺ, 2035 2.7 മില്യൺ. 50% വീതമാണെന്നുണ്ടെങ്കിലോ 2030 1.1 മില്യൺ ഹിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ വെറുതെ നടക്കരുത്. നമുക്കിവിടെ ബിറ്റ്കോയിൻ മലയാളി എന്ന് പറയുന്ന നമ്മുടെ ക്ലബ്ബുണ്ട്. അത് പെയ്ഡ് മെമ്പർഷിപ്പാണ്. പ്ലീസ് ജോയിൻ. നമ്മൾ ബിറ്റ്കോയിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ബിറ്റ്കോയിൻ എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ ഒരു ഹാർഡ്വെയർ വാലറ്റിനകത്ത് സേവ് ചെയ്യണം, ബിറ്റ്കോയിൻ എങ്ങനെ മേടിക്കണം, എങ്ങനെയാണ് ഈസി ആയിട്ട് മേടിക്കാൻ നോക്കുന്നത്, എങ്ങനെ മേടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബിറ്റ്കോയിൻ കിട്ടുന്നത്, എങ്ങനെ ബിറ്റ്കോയിൻ സെല്ല് ചെയ്യാതെ നമുക്ക് ജീവിക്കാം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യും. യു ക്യാൻ ജോയിൻ. ഓക്കെ, മാസം ഒരു $1, ജസ്റ്റ് $1 ഉള്ളൂ നിങ്ങൾ പേ ചെയ്യേണ്ട കാര്യം. ഓക്കെ, പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഇസ് ഹ്യൂജ്. ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, ആക്ട് നൗ. ബിറ്റ്കോയിൻ 100,000 താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2024 100,000 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന എത്രയാണ്? 94,000-95,000 ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഗൈസ്, ഇറ്റ്സ് നത്തിങ്. ഇറ്റ്സ് ഗോയിങ് അപ്പ് ഫോർ എവർ. Okay, so guys, take care. Bye bye.